നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തെർമോസ്റ്റാറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതായത് ഈ തെർമോസ്റ്റാറ്റ് ഇത് നമ്മളൊരു ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്താലുണ്ടോ ഉണ്ടോ ഈ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ഇതിലൊരു തെർമോസ്റ്റാറ്റ് ഉണ്ടാവും. ഈ തെർമോസ്റ്റാറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ഡിഫോൾട്ട് സെറ്റിങ്സ് ആണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ, ഇൻക്യുബേറ്ററിനാണോ അതല്ലെങ്കിൽ ഒരു കൂളിംഗ് ഫാന് കട്ട് ഓഫ് ആകാൻ വേണ്ടിയിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പർപ്പസിനാണ് വേണ്ടി ഉപയോഗിക്കുന്നത് വെച്ചാൽ അതിലെ രീതിയിലേക്ക് നമുക്ക് ഈ തെർമോസ്റ്റാറ്റിനെ മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് തെർമോസ്റ്റാറ്റ്. ഇതിൽ 3 ബട്ടണുകളാണുള്ളത്. ഇതിൻ്റെ സെൻസറാണ് കേട്ടോ. ഈ സെൻസറിൽ തട്ടുന്ന ടെമ്പറേച്ചറിനനുസരിച്ചാണ് ഇത് കൺട്രോൾ ആകുന്നത്. ഇതിൽ നമ്മൾ ഔട്ട്പുട്ട് എന്താണോ കൊടുത്തത് ആ സാധനം വർക്ക് ആകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ 3 ബട്ടണുകളുണ്ട്. ഒന്ന് സെറ്റ് ബട്ടണ്, പിന്നെ ഒന്ന് പ്ലസ് മൈനസ്. അത് മുകളിലേക്കും താഴേക്കും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ഓൺ ആകുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഡിസ്പ്ലേയിൽ ഇതിൽ നോർമൽ ഇപ്പോൾ ഈ പുറത്ത് ഇപ്പോൾ ഇവിടെ ഉള്ള ടെമ്പറേച്ചർ എത്രയാണോ അതാണ് ഇതിൽ കാണിക്കുക. പിന്നെ ഇതിൽ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്ലിങ്ക് ചെയ്യും, ഈ ടെമ്പറേച്ചർ ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര ടെമ്പറേച്ചറിലാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇതിൽ പ്ലസും മൈനസും ഇതാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, നെക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ സെറ്റിങ്സ് ഒരു 6 സെറ്റിങ്സ് ഇതിൻ്റെ അകത്തുണ്ട്. ഇതിപ്പോൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മുട്ട വിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻക്യുബേറ്ററിന് നമുക്ക് 37.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വേണ്ടത്. ഈ ബോക്സിനകത്ത് 37.5 ഡിഗ്രി വേണം. അപ്പോൾ P0 മുതൽ P1, P2, P3, P4, P5, P6 അങ്ങനെ 6 സെറ്റിങ്സ് ഇതിൽ ഉണ്ടാവും. ഇത്രയും സെറ്റിങ്സ് P0 മുതൽ P6 വരെയുള്ള സെറ്റിങ്സ് നമ്മളിത് സെറ്റാക്കണം. അപ്പോൾ 37.5 ഡിഗ്രി സെൽഷ്യസ് ഇതിൽ സ്ഥിരമായിട്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 37.7 ഡിഗ്രി സെൽഷ്യസ് ആവുന്ന സമയത്ത് ബൾബ് കട്ട് ഓഫ് ആവണം. വീണ്ടും തിരിച്ച് ഒരു 37.2 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുമ്പോൾ വീണ്ടും ബൾബ് ഓൺ ആവണം. അപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് ഒരു 37.5 ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ കൺട്രോളായിട്ട് കിടക്കും. ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുള്ളൂ, ഒരു 2 പോയിൻറ്റ് 3 പോയിൻ്റ് ഒക്കെ. അപ്പോൾ അതെങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇതിൽ നമുക്ക് പവർ ഓൺ ചെയ്യാം. ഇത് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നും കൂടി ഉള്ളത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ പവർ ഓൺ ആക്കാൻ പോവാണ്. ഇത് പവർ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ 30.5 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഈ സെൻസറിൽ തട്ടുന്ന ടെമ്പറേച്ചർ ഉണ്ടോ കൂടുന്നു കണ്ടോ. ഇത് ചൂടാകുന്ന സമയത്ത് അത് കൂടും. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചറിൻ്റെ സെൻസർ, കൺട്രോൾ ചെയ്യുന്ന സെൻസർ. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ബട്ടൺ ഫസ്റ്റ് കാണുന്നതാണ് സെറ്റ് ബട്ടൺ. ഓക്കെ, ഞാനൊന്ന് ചിരിച്ചു പിടിക്കാം കണ്ടോ. ഈ സെറ്റ് ബട്ടൺ ഒരു ഒറ്റ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ കാണും 28.0. ഇത് ഇതിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ടെമ്പറേച്ചറാണ്. അപ്പോൾ നമുക്കിത് മാറ്റണം. നമുക്കിത് 37.5 ആക്കണം. ഇൻക്യുബേറ്ററിനായതുകൊണ്ട് 37.5 ആക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കൂട്ടുന്ന സമയത്ത് ഉണ്ടോ 1 32 33 ഇപ്പോൾ ബൾബ് കത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കണ്ട, നമ്മളിത് സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 37.5 സെറ്റ് ചെയ്ത് വെക്കണം. ഇങ്ങനെ 35, 36, 37.5 കേട്ടോ. ഓക്കെ, 37.5 ഇതാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ 37.5. ഓക്കെ, ഇത് മാക്സിമം ടെമ്പറേച്ചർ ആകാം. ഇനി ബാക്കിയുള്ള സെറ്റിങ്സുകൾ നമ്മൾ ചെയ്യണം. ഇനി ഇതിൽ ലോങ് പ്രസ് ചെയ്യുക. നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് P0 എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് കാണാം. P0യിൽ ഹീറ്റാണോ കൂളാണോ വേണ്ടത് എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ലോങ് പ്രസ് ചെയ്യുന്നു. കുറച്ച് സമയം നിൽക്കുള്ളൂ കേട്ടോ. കുറച്ച് സമയം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് സെറ്റ് ആവും. ഇതിൽ വീണ്ടും നമ്മൾ ലോങ് പ്രസ് ചെയ്യുക. നമ്മൾ ലോങ് പ്രസ് ചെയ്തു. അപ്പോൾ P0യിൽ നമ്മൾ കണ്ടോ ഇതിൽ നിൽക്കുന്ന സമയത്ത് P1, P2, P3, P4, P5, P6 പിന്നെ P0 വരും. അപ്പോൾ P0 ആണ് സെറ്റ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ സെറ്റ് എന്നുള്ളതിൽ നിൽക്കുക. അപ്പോൾ അത് ഹീറ്റ് കൂള് എന്നുണ്ട് കണ്ടോ. ഇത് കൂള് C എന്നുള്ളതാകുമ്പോൾ കൂള്, H ആകുമ്പോൾ ഹീറ്റ്. അപ്പോൾ നമുക്ക് ഇൻക്യുബേറ്ററിനായതുകൊണ്ട് H എന്നുള്ളതിൽ ഇട്ട് വെക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക് സെറ്റ് ആയിട്ടോ. ഇപ്പോൾ നമ്മൾ റിവേഴ്സ് നമ്മൾ കൈ പിൻവലിക്കുന്ന സമയത്ത് കുറച്ച് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് സെറ്റ് ആവും. ഇത് നമുക്ക് ചെയ്യേണ്ടത് P1 ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്കിപ്പോൾ ഒരു ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കാൻ വേണ്ടിയിട്ട് 37.5 ഡിഗ്രി സെൽഷ്യസ്, അതായത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. 37.5 അതായത് 37.5 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് സ്ഥിരമായിട്ട് ഇതിൽ വേണം. അപ്പം നമുക്കിപ്പോൾ ഈ P1 എന്ന് പറഞ്ഞ സെറ്റിങ്സിൽ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 37.5 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ
ഒരു 2 പോയിന്റ് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ 37.5 എന്നുള്ളത് 37.7 ആകുന്ന സമയത്ത് ഇത് കട്ട് ഓഫ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, P0 അത് കഴിഞ്ഞ് P1 നമ്മൾ സെറ്റ് വെക്കുന്നു. അത് 2 എന്നുള്ളത് നമ്മൾ 0.2 ആക്കുകയാണ്. ഓക്കെ, 0.2. അപ്പോൾ നമുക്ക് 37.5 എന്നുള്ളത് 37.7 ആകുന്ന സമയത്ത് കട്ട് ഓഫ് ആവും. ഓക്കെ, അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ P0 സെറ്റ് ചെയ്തു, ഹീറ്റ് ഓർ കൂള്. അപ്പോൾ നമ്മൾ ഹീറ്റ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് P1 സെറ്റ് ചെയ്തു. നമുക്ക് എത്ര ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് എത്ര പോയിന്റ് കൂടുമ്പോഴാണ് ഇത് കട്ട് ഓഫ് ആകേണ്ടത് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് വീണ്ടും നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ P0 നമ്മൾ സെറ്റ് ചെയ്തു, P1 സെറ്റ് ചെയ്തു. അടുത്തത് നമുക്ക് P2 നമ്മൾ സെറ്റ് ബട്ടൺ വെക്കുമ്പോൾ 120 കാണിക്കുന്നത്. ഇത് നമുക്ക് കുറക്കണം. ഇത് 120 എന്നുള്ളത് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻക്യുബേറ്ററിനാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻക്യുബേറ്ററിന് നമുക്ക് ഒരു 37.5 ഡിഗ്രി സെൽഷ്യസ് മതി ഇതിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം എത്ര ടെമ്പറേച്ചർ വരെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു 40 വരെ മതി കേട്ടോ. ഇത് മാക്സിമം ഉള്ള ടെമ്പറേച്ചറാണ്. മാക്സിമം 40ൻ്റെ അപ്പുറത്തേക്ക് പോവില്ല, ഇത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു മാക്സിമം 40 കൊടുത്തു. ഇനി നമുക്ക് അടുത്ത സെറ്റിങ്സ് വീണ്ടും നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്നു. P0 നമ്മൾ സെറ്റ് ചെയ്തു, P1 സെറ്റ് ചെയ്തു, P2 സെറ്റ് ചെയ്തു, P3 ഓക്കെ സെറ്റ് എടുക്കുന്ന സമയത്ത് -55 കാണിക്കുന്നത്. ഇതും അതേപോലെ തന്നെ മാക്സിമം ലോവസ്റ്റ് ടെമ്പറേച്ചർ, ഏറ്റവും ടെമ്പറേച്ചർ കുറക്കാൻ പറ്റുന്നത് -55 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ടത് മൈനസ് അല്ല, നമുക്ക് 37.5 അല്ലേ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു 30 വരെ നമുക്ക് കൊടുക്കുക. ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ 30. ഓക്കെ, കുറഞ്ഞ ടെമ്പറേച്ചർ ഇതിൽ മാക്സിമം ഇത്രേ കിട്ടുന്നുള്ളൂ. 30 ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ 40. അപ്പോൾ നമ്മൾ P0 ഹീറ്റാണോ കൂളാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിനായതുകൊണ്ട് ഹീറ്റ് കൊടുത്തു. അതേമാതിരി P1 നമുക്ക് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ 37.7. അത് കഴിഞ്ഞിട്ട് എത്ര പോയിന്റ് വരെ മാക്സിമം കൂടാം എന്നുള്ളതാണ്. അപ്പോൾ അത് 0.2 കൊടുത്തു നമ്മൾ. അത് കഴിഞ്ഞ് P2 മാക്സിമം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ അത് നമ്മൾ 40 കൊടുത്തു. മാക്സിമം ലോവസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ ടെമ്പറേച്ചർ നമ്മൾ 30 കൊടുത്തു. ഓക്കെ, അടുത്ത് നമ്മൾ P4 ആണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ വീണ്ടും ഇതിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തതിന് P1, P2, P3, P4 നമ്മൾ സെറ്റ് നിൽക്കുന്നു. അപ്പോൾ 0 ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 0 തന്നെ വെച്ചാൽ മതി. അത് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ഒരു ഇതാണ്. അതായത് ഈ സെൻസറിൽ ഉള്ള ടെമ്പറേച്ചറും പുറത്തുള്ള ടെമ്പറേച്ചറും നമ്മൾ ഇതിൽ കാണിക്കുന്ന ഡിസ്പ്ലേയിൽ കാണിക്കുന്നതിൽ ചെറിയ വ്യത്യാസം വരും ചില സമയത്ത്. അതായത് നമ്മൾ ഈ വയറ് കട്ട് ചെയ്തിട്ട് ലോങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ ആവില്ല ഇതിൽ കാണിക്കുക, ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആ വേരിയേഷൻ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര പോയിന്റിൻ്റെ വേരിയേഷൻ ആണ് എന്നുള്ളെങ്കിൽ, അതായത് ഒരു 2 പോയിന്റ്, അതായത് 37 നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അറ്റത്ത് നമ്മൾ വേറൊരു തെർമോസ്റ്റാറ്റ് കൊണ്ടുപോയി വെക്കുന്ന സമയത്ത്, തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ കാണിക്കുന്ന എന്തെങ്കിലും ഒരു തെർമോമീറ്റർ വെക്കുന്ന സമയത്ത് ടെമ്പറേച്ചറിന് ഈ സെൻസറിൽ കാണിക്കുന്ന ടെമ്പറേച്ചറും ഈ ഡിസ്പ്ലേ സെൻസറിൽ വരുന്ന ടെമ്പറേച്ചറും ഈ ഡിസ്പ്ലേയിൽ വരുന്ന ടെമ്പറേച്ചറും നമ്മൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വ്യത്യാസം വരികയാണെങ്കിൽ അത് നമുക്ക് ഈ ഇവിടെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഈ വയർ നമ്മൾ കട്ട് ചെയ്ത് ലോങ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു സെൻസറിൽ 37.5 പകരം ഇതിൽ കാണിക്കുന്ന 37.2 ആണെങ്കിൽ നമുക്ക് അത്ര പോയിന്റ് ഇതിൽ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു തെർമോമീറ്റർ വെച്ചിട്ട് നമുക്കിത് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റാണ്. ഇപ്പം ഇത് നമ്മൾ ഇതിൻ്റെ വയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത് നമ്മൾ 0 തന്നെ ഇടുകയാണ്. അടുത്തത് ഇതിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുന്നു. ലോങ് പ്രസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ P1 സെറ്റ് ചെയ്തു, P2 സെറ്റ് ചെയ്തു, P3 സെറ്റ് ചെയ്തു, P4 സെറ്റ് ചെയ്തു, P5 നിൽക്കുന്ന സമയത്ത് അതും 0. അത് ഡിലേ ടൈമാണ്. അതായത് നമ്മളിപ്പോൾ സമയത്തിന് വേണ്ടിയിട്ടല്ല, ഇത് ടെമ്പറേച്ചറിലാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് സമയത്തിന് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡിലേ ടൈം, അത് ഈ തെർമോസ്റ്റാറ്റ് കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര സമയം കഴിഞ്ഞിട്ട് ഓൺ ആകണം എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ടെമ്പറേച്ചറിനനുസരിച്ചാണ് ഓൺ ആകേണ്ടത്. സമയം നമുക്കൊരു വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ അതും 0 ഇട്ടു. അതും നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ലോങ് പ്രസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് P1, P2, P3, P4 കഴിഞ്ഞു, P5 കഴിഞ്ഞു, P6 സെറ്റ് ചെയ്യുകയാണ്. എന്തായാലും ഓഫ് ഓൺ എന്നുള്ളതാണ് കാണിക്കുക. കണ്ടോ, ഇത് ഓൺ ഓഫ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാമാണ്. എങ്ങനെ അലാം അടിക്കണം എന്നില്ല. അലാമിന് ശരിക്കും ഒരു ബസറൊക്കെ കൊടുക്കും. നമുക്ക് ഇതിൽ ബസറൊന്നും ഇല്ലാത്തതുകൊണ്ട് അലാം സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബസറിന് പകരം ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്യും. അതാ സമയത്ത്, അതായത് നമ്മൾ എത്ര ടെമ്പറേച്ചറിൽ ആകുമ്പോഴാണ് അലാം അടിക്കേണ്ടത് എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാനാണ്. പക്ഷേ അത് നമുക്ക് ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ലോങ് പ്രസ് ചെയ്തിട്ട് അത് P6 എടുത്തിട്ട് P6 നമ്മൾ ഓഫിൽ വെക്കുകയാണ്. അപ്പോൾ അത് സെറ്റായി.
ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഇൻക്യുബേറ്റർ വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഇതിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് 37.3 ഡിഗ്രി ആണ് കാണിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ശരിക്കും ഞാൻ ബൾബ് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ബൾബ് കത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ 37.5 കഴിഞ്ഞ് 37.7 ആകുന്ന സമയത്ത് ബൾബ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. അത് നമുക്ക് എങ്ങനെ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ബൾബ് ഇതിൽ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെൻസർ നമ്മൾ ഇതാണോ, ഈ സെൻസർ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് കണ്ടോ, നമ്മൾ ഈ ബൾബ് ഇതിൻ്റെ അകത്ത് വെക്കുന്ന സമയത്ത് ബൾബ് പ്രകാശിച്ചിട്ടുണ്ട്. കണ്ടോ, ബൾബ് കത്തി. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കണം. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കാണാം. അതിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കാണാം 36 ആയിട്ടുണ്ട്. 36.7. അത് കഴിഞ്ഞ് 30 കണ്ടോ, അപ്പോൾ ബൾബ് കട്ട് ഓഫ് ആയി. അതായത് 37.5 ഡിഗ്രി സെൽഷ്യസ് വന്ന സമയത്ത് ബൾബ് കട്ട് ഓഫ് ആയി. 37.5 ആകുന്ന സമയത്ത് കണ്ടോ ബൾബ് ഓഫായി. ഇനി ഇതിൻ്റെ ഈ ടെമ്പറേച്ചർ 37 കുറയുന്ന സമയത്ത്, അതായത് ഈ സെൻസറിൽ 37 താഴെ 35 ആകുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ബൾബ് ഓൺ ആവും. ഓക്കെ, കണ്ടോ 35 ആകുന്ന സമയത്ത് വീണ്ടും ബൾബ് ഓണായി. കണ്ടോ, അപ്പോൾ ബൾബ് ഓണായി. ഇനി ഇതിൽ 37 പെട്ടെന്ന് 37 ആവും. 37.5 37.7 എന്ന രീതിക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ഇത് കട്ട് ഓഫ് ആവും. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇത് സെറ്റ് ചെയ്യാൻ. അപ്പോൾ കൂട്ടുകാർക്ക് തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.